10 വർഷമായി ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് അപാരമായ തൊലിക്കട്ടി വേണം. മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ കേരളത്തിൽ നിങ്ങളുടെ കാലത്ത് നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ദേശീയപാത വികസനം ഉൾപ്പെടെയുള്ള, ഗെയിൽ പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ഇടമൺ കൊച്ചി പവർ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നടക്കാതെ പോയ കാര്യങ്ങളാണ്. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പദ്ധതികൾ പൂർത്തീകരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്തായിരുന്നു പറഞ്ഞത്? ഒരു ക്രെയിൻ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിന് പച്ചക്കൊടി വീശി കാണിക്കുകയാണ്. ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ആ നിലയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ടായി വിഴിഞ്ഞം മാറിയിരിക്കുന്നു. അവിടെ ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ എത്തുന്നു, കപ്പലുകൾ എത്തുന്നു, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾ എത്തുന്നു. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതിനെയെല്ലാം നിങ്ങൾ എങ്ങനെയായിരുന്നു അതിനെയെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതായിരുന്നു? അതെല്ലാം നിങ്ങളുടെ എതിർപ്പും കേന്ദ്രത്തിൻ്റെ ശക്തമായ സാമ്പത്തിക ഉപരോധത്തെയും മറികടന്നുകൊണ്ട് ഇതെല്ലാം കേരളത്തിൽ സാധ്യമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ തീരദേശപാതയായാലും അതുപോലെ തന്നെ മലയോര ഹൈവേ ആയാലും ഒക്കെ മാറിയിരിക്കുന്നു. നിങ്ങൾ എന്താണ് ഇനി നിങ്ങൾ പറയുന്നത് ഇത് നടപ്പിലാക്കാനുള്ളതല്ല, ഞങ്ങൾ വരുമെന്ന്. അതിന് അയ്യോ ഉയ്യോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വികസനത്തിൻ്റെ തുടർച്ച വേണോ, ഇടതുപക്ഷം വേണമെന്ന് അവർ തീരുമാനിക്കും. നിങ്ങൾ അമിതമായ ആത്മവിശ്വാസത്തോടു കൂടിയും അഹങ്കാരത്തോടു കൂടിയും പെരുമാറുന്നത് അവർ കാണുന്നുണ്ട്. അതോടൊപ്പം വികസനം, കരുതൽ, ക്ഷേമം, ഇതിലെല്ലാം ജനങ്ങൾ ഇടതുപക്ഷത്തെയാണ് കാണുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.